മന്തി ഉണ്ടാക്കുന്നത് ഇത്ര എളുപ്പമാണെന്ന് ഉണ്ടാക്കിയപ്പോഴല്ലേ മനസ്സിലായത്. എൻ്റെ കിട്ടിയൊരു മന്തി ജീവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. കഴിഞ്ഞ ദിവസം സർപ്രൈസ് ആയിട്ട് മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. ആ മന്തിയാണ് ഈ മന്തി. ബൈ ദ വേ റെസിപ്പി എൻ്റെ അല്ല, യൂട്യൂബിൽ നിന്ന് അടിച്ച് മാറ്റിയതാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് മേടിക്കുക. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിങ്ങനെ വരഞ്ഞതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവോള, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, അത്രയും നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക. ഇനി അത് ആ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈരും 1.5 ടേബിൾ സ്പൂൺ അൽഫാം മസാലയുമാണ്. അൽഫാം മസാല ഞാൻ മേടിച്ചതാണ്, ഉണ്ടാക്കിയതല്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു 3-3.5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഈ മസാല ഒന്ന് പിടിക്കാൻ. ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കുന്ന സമയത്ത് വലിയ പണി ഉണ്ടാവില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 2 സൈഡും നല്ല രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു സൈഡ് ഒരു 20 മിനിറ്റും തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡ് ഒരു 20 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ചിക്കൻ നല്ലോണം വെന്ത് കിട്ടും. ഇനി നമ്മൾ നല്ല രീതിയിൽ വെന്തതിന് ശേഷം അതിലെ ആവശ്യത്തിൽ കൂടുതലുള്ള ഓയിലൊക്കെ നമ്മൾ കോരി മാറ്റുക. ഒരു ശകല ഓയിലും ആ മസാലയും മാത്രം ഉണ്ടായാൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് കരിച്ചെടുക്കണം, നമ്മുടെ അൽഫാമിൻ്റെയൊക്കെ പോലെ. അപ്പോൾ നമ്മുടെ അൽഫാം റെഡി ആവും കേട്ടോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഞാനൊരു കുക്കറാണ് അടുപ്പത്തോട്ട് വെക്കുന്നത്. ആ ഒരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ഗാർലിക് ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ഒരു ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞതും, ഒരു ക്യാപ്സിക്കവും 4 പച്ചമുളകും 2 ബേ ലീഫും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് മാഗിയുടെ ക്യൂബ് ഇല്ലേ, നമ്മുടെ ചിക്കൻ ക്യൂബ് കിട്ടുമല്ലോ മാഗിയുടെ, അതൊരു 4 എണ്ണം നമ്മൾ ഇട്ട് കൊടുക്കുക. അതും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പച്ച നാരങ്ങയുടെ തൊലിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും കൂടെ നല്ല രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മന്തി മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണേ. മന്തി മസാല ഇല്ല, നേരത്തെ അൽഫാം മസാല ആണെങ്കിലും മതി. ഇനി നമുക്ക് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാൻ 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അരി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ നല്ല രീതിയിൽ അരി ഇട്ടതിന് ശേഷവും തള വരും. തള വന്നതിന് ശേഷം ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ മന്തി റൈസ് റെഡിയാവും കേട്ടോ. ഇനി നമ്മൾ റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ച് വെച്ചാൽ മതി, മന്തി റൈസ് റെഡിയാവും. ഇനി ആ സമയം കൊണ്ട് ഞാൻ ഒരു ചാർക്കോൾ കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ അടുപ്പത്ത്. ഇനി ആ ചിക്കൻ എല്ലാം കൂടെ മുകളിലേക്ക് വെക്കുക. ഒരു പാത്രം വെച്ചിട്ട് ആ കത്തിച്ച ചാർക്കോൾ എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ചു വെക്കുക, അടച്ചു വെക്കുക. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മന്തി റെഡിയാവും. നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ടേസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ സാധനം അടിപൊളിയായിട്ട്.